ബന്ധുക്കൾക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ആവില്ലല്ലോ ഒരു സ്ത്രീ. ബന്ധുക്കൾക്ക് ഫുള്ള് ഇത്തവണത്തെ എതിർപ്പാണ്, എല്ലാരും നെഗറ്റീവ് ആണ് പറയുന്നത്. അല്ല, ബന്ധുക്കൾ എന്ന് പറഞ്ഞാല് എന്റെ കുടുംബത്തിൽ ഇപ്പൊ എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ ആരുമില്ല. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മാന്റെ സൈഡിൽ നിന്ന് ആരും എനിക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഇവളാണ് മെയിൻ ആയിട്ട് നെഗറ്റീവായിട്ട് വന്നത്, വേറെ ആരും വന്നിട്ടില്ല. അല്ല, ഇത് പുറത്തു വന്നോണ്ടാണ് നമ്മൾ അറിഞ്ഞത് പുള്ളിക്കാരി നെഗറ്റീവ് ആണെന്ന്. അല്ല, പുറത്ത് വരാത്ത കാര്യങ്ങളില്ലേ? പുറത്ത് വരാത്തത് മീൻസ് ഇതിപ്പോ സോഷ്യൽ മീഡിയ വഴിയാണ് പുള്ളിക്കാരി നെഗറ്റീവ് പറഞ്ഞത്. അല്ലാതെ സോഷ്യൽ മീഡിയ വഴി അല്ലാതെ ബന്ധുക്കളുടെ അടുത്തും കുടുംബക്കാരുടെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. കല്യാണം അല്ല, ഇക്ക മരിച്ച ദിവസം തന്നെ ഇവര് ഫോണിലൂടെയൊക്കെ ഇവളിങ്ങനെ ഇതാണ്ടാവില്ലേ റീൽസ് ചെയ്യുന്ന അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവ മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇക്കായുമായിട്ട് ഭയങ്കര പ്രണയം, 15 വർഷത്തെ നീണ്ട ജീവിതം. എന്നിട്ട് എന്തിനാണ് സെക്കൻഡ് മാരേജിലേക്ക് പെട്ടെന്ന് കടന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പറയുന്നുണ്ട് സെക്കൻഡ് മാരേജ് കഴിച്ചത് അവൾക്ക് കുറച്ചൊരു ഇത് കൂടിയിട്ടാണ്. അങ്ങനെ ഒരിക്കലല്ല. ഞാൻ സെക്കൻഡ് മാരേജ് കഴിക്കാൻ കാരണം എനിക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു മുന്നോട്ടൊരു ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സങ്കടങ്ങൾ പറയാനും അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒറ്റയ്ക്ക് ഒരു ജീവിതം ഒരിക്കലും ഒരു പെൺകുട്ടിക്ക്, കാരണം എന്നെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ അനുഭവം, കാരണം അവരും ഇതേപോലെ 4-5 മക്കളുള്ള ആൾക്കാരെയൊക്കെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് 10, 20, 23 വയസ്സിലേക്ക് വിധവയായി. പിന്നെ അവര് മുന്നോട്ടുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാക്കി. പിന്നെ മക്കള് 10, 18, 20 വയസ്സായി അവരുടെ ഇതായപ്പോ അവര് കല്യാണം കഴിച്ചു, അവരായി. പിന്നെ ഇവര് ഒറ്റപ്പെട്ടു. അപ്പൊ ഈ ഒറ്റപ്പെടുന്ന ടൈമിൽ ഇവര് ഇപ്പൊ ആലോചിക്കുന്നത് നമുക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒറ്റപ്പെടില്ലായിരുന്നു. ഇപ്പൊ മക്കളൊക്കെ വിദേശത്തും കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാൽ എങ്ങനെയല്ല, എനിക്ക് 5 ആൺകുട്ടികളാണ്. എന്റെ മക്കളും ഇതേപോലെ വളർന്നു വരുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരും ഇതേപോലെ പോവും. ലാസ്റ്റ് ഞാൻ ഒറ്റയാവും. അപ്പൊ അതിനെക്കാട്ടി നല്ലതല്ലേ നമുക്ക് സപ്പോർട്ടായിട്ടും നമുക്ക് പറയാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാനൊക്കെ ഒരാള് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു.